ക്യാപ്റ്റന്മാരെ വച്ചത് തങ്ങളുടെ തെറ്റാണെന്നും ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നെന്നും ഈ ആഴ്ച കണ്ടപ്പോൾ മനസ്സിലായി എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ 3 ക്യാപ്റ്റന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും ആ വീട്ടിൽ പ്രശ്നമുണ്ടാക്കാതെ നോക്കാൻ ശ്രമിക്കുന്നതിന് പകരം എങ്ങനെ പ്രശ്നമുണ്ടാക്കാം എന്നാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആര്യനായാലും നെവിനായാലും അക്ബറായാലും 3 പേരും ക്യാപ്റ്റനായപ്പോൾ ഓരോ കാര്യങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ഭയങ്കരമായി കൂടുതലായി ബിഗ് ബോസിനെ വരെ ഓവർകം ചെയ്തുകൊണ്ട് ചെയ്യാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഫലമായിട്ട് വീട്ടിൽ സമാധാന അന്തരീക്ഷം പുലർത്തേണ്ട ക്യാപ്റ്റന്മാർ തന്നെ ബഹളത്തിന് ചുക്കാൻ പിടിക്കുകയും പ്രത്യേകിച്ച് നെവിൻ ചുക്കാൻ പിടിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും യാതൊരു തരത്തിലുള്ള അച്ചടക്കവും ഇല്ലാത്തൊരു ക്യാപ്റ്റൻസി ആയിരുന്നു ഈ ആഴ്ച ആ വീട്ടിലുണ്ടായിരുന്നത് എന്നിപ്പോൾ ലാലേട്ടനും അവിടെയുള്ള മറ്റുള്ളവരും പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ക്യാപ്റ്റൻസിയെ പറ്റിയുള്ള അഭിപ്രായമെന്ന് മറ്റുള്ളവരോട് ചോദിച്ചപ്പോൾ ഒരൊറ്റ ആൾ പോലും നല്ല അഭിപ്രായം പറഞ്ഞില്ല. അനീഷായാലും സാബുമാനായാലും അവിടെയുള്ള മറ്റ് ഈ 3 ക്യാപ്റ്റന്മാർ വെച്ച് അനുമോൾ, ആദില, നൂറ ഇവരെല്ലാവരും ഈ ക്യാപ്റ്റൻസിക്കെതിരെ അല്ലെങ്കിൽ ഈ 3 പേർ ക്യാപ്റ്റനായ നടപടിക്കെതിരെ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധമാണ് അറിയിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ആളുകളും ടാസ്ക് എല്ലാം ചെയ്ത് ക്യാപ്റ്റനായപ്പോൾ ഒരു ടാസ്കും ചെയ്യാതെ നമ്മൾ നോമിനേറ്റ് ചെയ്തു എന്ന കാരണത്താൽ 3 പേരെ ഡയറക്റ്റായിട്ട് ക്യാപ്റ്റനാക്കിയ നടപടിയെ അനുമോളൊക്കെ ശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട്. എന്തായാലും ക്യാപ്റ്റൻസി പോരാ എന്നും ക്യാപ്റ്റൻസി ഈ ബിഗ് ബോസ് മലയാളം സീസൺ 7 ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വഴക്കും ഉടക്കും ഉണ്ടാക്കാൻ ക്യാപ്റ്റന്മാർ തന്നെ നേതൃത്വം കൊടുത്തൊരാഴ്ചയായിരുന്നു ഇതെന്നൊക്കെയാണ് അനീഷ് പറയുന്നത്. എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.